Okay students, today I am going to take maths for second standard students. Okay, in the last class we have discussed about multiplication. Seventh വരെ ടേബിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ടേബിൾ അറിയാമല്ലാതെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കില്ല. സോ 7th വരെയുള്ള, അതായത് 7 വരെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. 7 വരെയുള്ള ടേബിൾ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വളരെ ഭംഗിയായിട്ട് പഠിച്ചിരിക്കണം. ക്ലിയർ? ദെൻ ടുഡേ 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. ലിസൺ. 1 8 8, 2 8 16, 3 8 24, 4 8 32, 5 8 40, 6 8 48, 7 8 56, 8 8 64, 9 8 72, 10 8 80. Now again 1 in the കൂടെ പറയണം. 1 8 8, 2 8 16, 3 8 24, 4 8 32, 5 8 40, 6 8 48, 7 8 56, 8 8 64, 9 8 72, 10 8 80. Clear ആണ്? ഇത് നിങ്ങൾ പറഞ്ഞ് ശരിക്കും ഒന്ന് പഠിക്കാം. 9ന്റെ ടേബിൾ ഇപ്പൊ നമ്മൾ തീരുമാണ്. ഇതിന്റെ എൻഡിലോട്ട് വരുവാണ് 9ന്റെ ടേബിൾ. അപ്പൊ എല്ലാ ക്ലാസ്സുകളിലും 2 ടേബിൾ വീതം ഞാൻ പറഞ്ഞിരുന്നു. ആ 2 ടേബിൾ വീതം പഠിക്കാനായിട്ട് പറ്റിയവർക്ക് വളരെ ഭംഗിയായ രീതിയിൽ പഠിച്ചു തീരാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ 2 ടേബിൾ പഠിച്ചിട്ട് അടുത്ത 2 ടേബിൾ വരെ 4 ടേബിളായി അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. സോ അത് ശ്രദ്ധിക്കാം. 1 9 9. അപ്പൊ ഞാൻ 9ന്റെ ടേബിൾ ഇത് കാണാതെ പഠിക്കേണ്ടതാണ്, വൈകാട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ 9ന്റെ ടേബിൾ നമുക്ക് എഴുതാനായിട്ട് എളുപ്പമുണ്ട്. അത് ജസ്റ്റ് എഴുതാൻ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. നമ്മൾ പറഞ്ഞ് പഠിച്ചെങ്കിലേ 9ന്റെ ടേബിൾ നമ്മൾ പഠിക്കുകയുള്ളൂ. ഇവിടെ 9 മുതൽ എഴുതുക. കണ്ടോ? 9 തിരിച്ച് 9 8, then 7. ഓരോന്ന് കുറച്ച് എഴുതുന്നുണ്ട്. 7, then 6 5 4 3 2 1. കണ്ടോ? പിന്നെ അത് കഴിഞ്ഞാൽ എന്താണ്? 0. അല്ലേ? നമ്മുടെ 9 ഏറ്റവും മുന്നിൽ എഴുതി അങ്ങനെ ഇങ്ങനെ കുറച്ച് ഓരോന്ന് വീതം ഓരോ നമ്പറുകൾ നമ്മൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എഴുതി അല്ലേ? ഇനി വീണ്ടും ഇവിടുന്ന് ഇതുപോലെ ഡിജിറ്റിലായാലും ഇതിന്റെ നമ്മൾ മേലെ എഴുതിയ പോലെ തന്നെ വീട്ടിലോട്ട് എഴുതി പോവാണ്. 9 8 7 6 5 4 3 2 1. 0 കൊടുക്കുന്നതായിരുന്നു. കണ്ടോ? ഇപ്പൊ 9ന്റെ ടേബിളായി. ഞാനതൊരു എളുപ്പവഴി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എഴുതാനായിട്ട് ഇത് ഉപയോഗപ്പെടും. ബട്ട് നിങ്ങളിപ്പം 9 6 54 അത് ചൊല്ലി പഠിച്ചെങ്കിൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. സോ 8ന്റെ ടേബിൾ 9ന്റെ ടേബിൾ. സോ 9ന്റെ ടേബിൾ നമുക്കൊന്ന് പറയാം. 1 9 9, 2 9 18, 3 9 27, 4 9 36, 5 9 45, 6 9 54, 7 9 63, 8 9 72, 9 9 81, 10 9 9. ഓക്കെ, അപ്പൊ 8ന്റെ ടേബിളായി 9ന്റെ ടേബിളായി നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞ എപ്പോഴും ടേബിൾ വെച്ചുകൊണ്ട് വേണം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ മൾട്ടിപ്ലിക്കേഷന്റെ 1-2 വേർഷൻസ് ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ നോക്കിയേ. How is it free? 24. 24. How many digits are present? 2. 1 2. ഇത് 1ന്റെ പ്ലേസ്, ഇത് 10ന്റെ പ്ലേസ്. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? 4 into 3. 4 into 3 നമുക്കറിയാം. 1 3 3, 2 3 6, 3 3 9, 4 3 12. കണ്ടോ? അപ്പൊ ഇത്രയും നമ്മൾ എഴുതി തന്നു. 1
1 ക്യാരി ഓവർ ആയിട്ട് ഇവിടെ കൊടുക്കുക. അതായത് 10ന്റെ ബേസിൽ കൊടുക്കുക. ക്ലിയർ ആയോ? 4 into 3. 4 3 12 ആണ്. അപ്പോൾ 12 എഴുതുമ്പോൾ നോക്കിയാൽ 12ന്റെ 1 ഡിജിറ്റിലെ നമ്പർ ഉണ്ടോ? 12 എന്ന് പറയുമ്പോൾ 2 1 ഡിജിറ്റ് നമ്പറാണ്. 1 എന്ന് പറഞ്ഞാൽ 10 ഡിജിറ്റ് ആണ്. അപ്പോൾ ഇവിടെ കണ്ടോ 1 മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ എന്താണ്? ഈ 2 ഇവിടെ എഴുതുന്നു. ആ 1 ക്യാരി ഓവർ ആയിട്ട് 10ന്റെ ബേസിലോട്ട് കൊടുക്കുക. ഇനി അടുത്തത് ആരെഴുതണ്ട? അടുത്തതാണ് 2 into 3. 2 3 1 3 3 2 3 6. അപ്പൊ 6 എന്ന് ഇവിടെ എഴുതാതെ 6ന്റെ കൂടെ എന്തിനെ ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട് 1. 6ന്റെ കൂടെ ഈ 1 കൂടെ ആഡ് ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യല്ല, ആഡ് ചെയ്യണം. 6 plus 1. അപ്പൊ എന്നാ വരും? 7. ക്ലിയർ ആയോ? 6 plus 1 7. അപ്പൊ ആൻസർ ഈസ് 72. നമുക്ക് ഇവിടെ നോക്കാം. ആദ്യം എന്തൊക്കെ തമ്മിൽ ചെയ്യണം? 2 into 6. 1 ഇതുണ്ടോ? ഇത് 1ന്റെ പ്ലേസ്, ഇത് 10ന്റെ പ്ലേസ്. അപ്പൊ 1ന്റെ പ്ലേസ് വരാനാണ് 2 into 6. 1 6 6 2 6 yes 12. അപ്പൊ ഇവിടെ 12 വന്നത് 12 വന്നുകൊണ്ട് നമ്മൾ 2 ഇവിടെ എഴുതുന്നു. ബാക്കി എന്ത് ചെയ്യണം? 1 എന്ന് പറയുന്നത് 10ന്റെ പ്ലേസിൽ റിമൈൻഡർ ആയിട്ട് കൊടുക്കുക. അപ്പൊ 5 into 6 അടുത്തത് 5 6 30. 30യുടെ കൂടെ ആരെ കൂടെ ആഡ് ചെയ്യണം? 1നെ കൂടി ആഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും ആൻസർ? 30 plus 1 31. 31. So answer is 312. Clear? Then 68 into 6. ആദ്യം ആരെടുക്കാനാണ്? 8 into 6. 8ന്റെ ടേബിൾ ഇവിടെ ഉണ്ടല്ലോ. 8 into 6 എത്രയാണ്? 6 8 48. 48ന്റെ ഏത് നമ്മൾ എഴുതും ഇവിടെ? 8. 4 ഇവിടെ റിമൈൻഡർ ആയിട്ട് നമ്മളിങ്ങനെ റൗണ്ടിൽ കൊടുക്കുക. അടുത്ത 6 6 6 6 എത്രയാണ്? 6ന്റെ ടേബിൾ പഠിച്ചിട്ടുള്ളതാണ്. 6 6 1 6 6 2 6 12 3 6 18 4 6 24 5 6 13 6 6 36. അപ്പൊ 6 6 36. 36 എഴുതാവോ? ഇല്ല, ഇവിടെ ഒരാളുണ്ട്. ആരാണ്? 4. അപ്പൊ 36ന്റെ 37 38 39 40. 36ന്റെ 4 കൂടെ ആഡ് ചെയ്ത് 408. ക്ലിയർ ആണ്? അപ്പൊ ഇതുപോലുള്ള ഒരുപാട് കണക്കുകൾ ചെയ്യണമെങ്കിൽ മാത്രമേ ഇത് ക്ലിയർ ആവുള്ളൂ. 465 into 2. അപ്പൊ
6 5 എത്രയാണ്? യെസ് 30. 30 നമുക്ക് ഇങ്ങനെ എഴുതാവോ? ഇല്ല, 30 ഏത് എഴുതുന്നു? 0 എഴുതുന്നു. റിമൈൻഡർ എത്രയാണ്? 3. കണ്ടോ? 1ന്റെ ബേസിക് അടുത്താണ് ഇവിടെ എഴുതുന്നത്. ഇപ്പോഴത്തെ നമ്പർ ഇവിടെ വരും. ദെൻ അടുത്ത നമ്പർ ഏതൊക്കെയാണ്? ഇത് തമ്മിൽ ചെയ്യും. അടുത്തത് ഇത് നമ്പർ 1 5 5. 5 ഇവിടെ എഴുതാവോ? ഇവിടെ 3 കിടക്കുന്നുണ്ട്. അപ്പൊ എത്രയാ? 5 plus 3. 5 കൂടെ 3 കൂടെ 6 7 8. 5 കൂടെ 3 ആഡ് ചെയ്ത് 8 എന്നുണ്ട്. അപ്പൊ അവിടെ ഇനി അടുത്ത ഒരു നമ്പർ 1 5 5. ആൻസർ ഈസ് 580. 580. ക്ലിയർ? അപ്പം നമ്മുടെ 9 വരെയുള്ള ടേബിൾ ആണ് പഠിച്ചിരിക്കുന്നത്. നമുക്ക് 10 വരുമ്പോൾ നമുക്ക് ഈസിയാണ് അല്ലേ? 1 10 10 നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. 1 10 10, 2 10 20, 3 10 30, 4 10 40, 5 10 50, 6 10 60, 7 10 70, 8 10 80, 9 10 90, 10 10 100. അപ്പൊ നമ്മൾ 2 10 എത്രയാണ്? 20. കണ്ടോ? 2ന്റെ കൂടെ ഒരു 0 കൂടെ കൊടുക്കുന്നു. ക്ലിയർ? 3 10 30. 3 വീണ്ടും ഒരു 0 കൂടെ കൊടുക്കുന്നു. അങ്ങനെ 23 into 10 എന്താണ്? നമ്മൾ ടേബിൾ പഠിക്കുന്ന കാര്യമുണ്ടോ? ഇല്ല. 23 എഴുതിയിട്ട് ഒരു 0 കൊടുക്കുക. ക്ലിയർ? 1 0 കൊടുക്കുമ്പോൾ 23 into 10. 42 into 10 എങ്ങനെ ചെയ്യാം? 42 എഴുതുക, ഒരു 0 കൊടുക്കുക. അപ്പൊ എപ്പോഴും ഓർക്കണം, ഏതെങ്കിലും ഒരു നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഈസിയാണ്. ആ നമ്പർ അതുപോലെ തന്നെ എഴുതുക. ദെൻ 1 0 ആഡ് ചെയ്യുക. അതിന്റെ റൈറ്റ് സൈഡിൽ കൊടുക്കുക. ദെൻ 2 into 100. 2 into 100 എന്ന് പറയുമ്പോൾ 2 എഴുതുക. ഹൗ മെനി സീറോസ് ആർ ഇൻ 100? എത്ര സീറോസ് ഉണ്ട് 100ൽ? 2 zeros. അപ്പൊ എന്താ? 2 0 കൊടുക്കുക. 3 into 100 എന്ത് വരും? 300. 4 into 100 400. അങ്ങനെയാണ് 23 into 100. 23 എഴുതിയിട്ട് 2 0. ക്ലിയർ? Then 42 into 100. 42 എഴുതിയിട്ട് 2 0 ആഡ് ചെയ്യുക. അപ്പൊ എപ്പോഴും ഓർക്കണം, മൾട്ടിപ്ലിക്കേഷൻ ബൈ 10 എന്ന് പറയുമ്പോൾ സെയിം നമ്പർ എഴുതുക, 1 0 ആഡ് ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ ബൈ 100 എന്ന് പറയുമ്പോൾ സെയിം നമ്പർ എഴുതുക, 2 zeros ആഡ് ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ ബൈ 1000 എന്നാണെങ്കിലോ 3 zeros ആ സെയിം നമ്പർ തന്നെ എഴുതുക, 3 zeros ആഡ് ചെയ്യുക. അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. അല്ലാതെ ഇങ്ങനെ ഇൻറ്റു ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ചിലർ 23 into 10 എന്ന് പറഞ്ഞിട്ട് ചെയ്യുക, അതിന്റെ കാര്യമില്ല. ക്ലിയർ? അപ്പം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. മൾട്ടിപ്ലിക്കേഷൻ ഇത് ആദ്യം റിമൈൻഡർ വരുന്നത് കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ ചെയ്ത് പഠിക്കാം. ഓക്കെ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ലിസൺ, ഒന്നുകൂടെ പറയാം. 4 3 12 ആണ്. 12 2 എഴുതുന്നു, റിമൈൻഡർ 1 ഇവിടെ എഴുതുന്നു. Then 2 3 6. 6-നൂടെ 1 കൂടെ ആഡ് ചെയ്യുന്നു, 7. Then 6 2 12. 12ന്റെ 2 എഴുതുന്നു, റിമൈൻഡർ 1 ഇവിടെ എഴുതുന്നു. Then 5 6 30. 30യുടെ കൂടെ 1 കൂടെ ആഡ് ചെയ്ത് 31 എഴുതുന്നു. 6 8 48. 48ന്റെ 8 എഴുതുന്നു, 4 റിമൈൻഡർ ഇവിടെ എഴുതുന്നു. 6 6 46. Sorry, 6 6 36. 36-നൂടെ 4 കൂടെ ആഡ് ചെയ്യുമ്പോൾ 40. ഓക്കെ? Then 5 2 10. 10ന്റെ 0 റിമൈൻഡർ 1. 6 2 12. 12-നൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 13. 13 മുന്നേ എഴുതാനുള്ള അതുകൊണ്ട് 13 3 എഴുതി 1 റിമൈൻഡർ ഇവിടെ കൊടുക്കും. Then 4 2 8. 8 plus 1 9. Clear? Then 2 4 8. 3 4 12. 12 ആയതുകൊണ്ട് 2 എഴുതുന്നു, റിമൈൻഡർ 1 ഇവിടെ കൊടുത്തു. 1 4 4. 4 plus 1 5. 6 5 30 ആണ്. 30യുടെ 0 എഴുതി 3 റിമൈൻഡർ കൊടുത്തു. 1 5 5. 5 plus 3 8. 1 5 5. അത്രേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ച് കുറെ നിങ്ങളുടെ റഫ് ബുക്കിൽ ചെയ്ത് പഠിക്കാം. ഹോംവർക്ക് വരുന്ന കണക്കുകളൊക്കെ ചെയ്യുക. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് ബൈഹാർട്ട് ചെയ്ത് ഒരു രക്ഷയില്ല. സോ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിള് നിങ്ങൾ
സൈഡ് 1 to 10 അതായത് എപ്പോൾ നോക്കിയാലും നിങ്ങൾക്ക് ഒന്ന് പെട്ടെന്ന് മനസ്സിലാവും. ആ രീതിയിൽ നീറ്റായിട്ട് 1 to 10 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾ നോട്ട്ബുക്കിന്റെ ബാക്ക് സൈഡിൽ ഫ്രണ്ടിലല്ല, നമ്മൾ നോട്ട് എഴുതുന്നിടത്തല്ല ബാക്ക് സൈഡിൽ എഴുതുക. ഓക്കെ.